അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം, ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. നിന്റെ PM ശ്രീ ചവറ്റുകുട്ടയിലിടുമെന്ന് പ്രഖ്യാപിച്ച വേങ്ങരയിലെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. നിങ്ങൾ ആ ഒപ്പിട്ട കടലാസ് കീറിയ അറബിക്കടലിലോ ചവറ്റുകുട്ടയിലോ ഇനി ബംഗാൾ ഉൾക്കടലിലോ നിക്ഷേപിക്കാനുള്ള തടസ്സം എന്താണ്? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അറബിക്കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSS-ഉമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ അണികൾ RSS ആരുടെ ഈ NEP-യുടെ അടിയിൽ ആ താമ്രപത്രത്തിൽ ഒപ്പിടാൻ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കേൾക്കാം. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ശ്രീ ജിൻഡോ, അത് കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ്, ഞങ്ങൾക്കതേ ചെയ്യാൻ പറ്റൂ. ഞാൻ കൂടുതൽ ചോദിക്കണ്ടല്ലോ, ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? ഫണ്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നിപ്പോ പറയുന്ന മുഖ്യമന്ത്രി അന്ന് അതേ വാദം പറഞ്ഞ വി ശിവൻകുട്ടിക്ക് കൊടുത്ത മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയും. അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ്? ശരി, അപ്പോ വളരെ വ്യക്തമാണല്ലോ. ഇപ്പൊ പറയുന്നു ഫണ്ട് വേണം, പണം വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് ചോദിച്ചെന്താ, സറണ്ടർ ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ പണം വാങ്ങുന്നത്? എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ, പിന്നെ സറണ്ടർ ചെയ്തിട്ട് എന്തിന് പണം വാങ്ങണം എന്നാണ്. അപ്പൊ അന്ന് ചോദിച്ചു എന്തിന് പണം വേണം എന്ന്, ഇന്ന് പറയുന്നു പണം അനിവാര്യമാണ് എന്നുള്ളത്. കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഒരുപാട് വ്യാഖ്യാനത്തിന് അടിസ്ഥാനത്തിൽ മദർ ഓഫ് ഓൾ യു ടേൺസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. മദർ ഓഫ് ഓൾ യു ടേൺസ് അന്ന് പറഞ്ഞത് നേരെ നിങ്ങൾ തിരിച്ചു വെക്കാണ്. കമ്മിറ്റഡ് ആയി പോയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളം കേൾക്കാണ്. അന്ന് അവർ പറഞ്ഞത് തിരുത്തി പറയുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ യു ടേൺ നടത്തുകയാണ്. ശശി ഭൂമിരാൻ, സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഈ നിലപാട് എടുക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ ചോദ്യം അവരോടും പ്രസക്തമായി ചോദിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഇല്ലേ? രാഹുൽ ഗാന്ധി ഈ നിലപാടെടുക്കുന്ന ആളാണോ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ നിലപാടിന് കൂട്ടുനിൽക്കുന്ന ദേശീയ നേതൃത്വമാണോ എന്ന ചോദ്യം സംഗതമാണ്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് മാറിയത് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണോ എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവയ്ക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സമ്മതിക്കില്ല. ഈ 1000 കോടിയുടെ കാര്യം നേരത്തെ ശിവൻകുട്ടി പറഞ്ഞപ്പോ എന്താ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്? അങ്ങനെ സറണ്ടർ ചെയ്തിട്ടുള്ള പണം നമുക്ക് വേണ്ടെന്നാണ്. VD സതീശന്റെ ബൈറ്റ് ഞാൻ നേരത്തെ കേൾപ്പിച്ചിട്ടില്ലേ? സറണ്ടർ ചെയ്തിട്ടുള്ള പണം വേണ്ട എന്ന് അന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മാറ്റുമ്പോൾ അത് യൂട്ടേൺ അല്ലേ? ുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്, ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും. കെ സുരേന്ദ്രൻ നടപ്പാകുമെന്ന് പറഞ്ഞു. VD സതീശൻ അത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് UDF യോഗം ചേർന്ന് ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നഖശിഖാന്തം എതിർത്ത PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച UDF. LDF സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട പദ്ധതി തുടർ നടപടിയെടുക്കാതെ മരവിപ്പിച്ച നിലയിലായിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് UDF യോഗം ചേർന്നപ്പോഴാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. പദ്ധതി കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫണ്ടിനുള്ള അർഹത കേരളത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ UDF കൺവീനർ അടൂർ പ്രകാശ് പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക സർക്കാർ നൽകും എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുമെന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ഫണ്ടിനായി ആത്മാഭിമാനം പണയപ്പെടുത്താൻ പറ്റില്ല, തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ പോകണമെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. PM ശ്രീ ധാരണാപത്രം വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിടുമെന്ന് KM ഷാജി പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും.
അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തതുകൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ കെ ഷാക്കർ, താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ PM ശ്രീ നടപ്പാക്കിയുമുള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ, മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്, കീഴടങ്ങി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരന് നാളെ കോഴിക്കോട് അങ്ങാടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞിപ്പോലേ. ഈ നിമിഷം വരെയും കേരളം ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ഷംസുദ്ദീൻ കൊടുക്കും. BJPക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരന് ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ ഇനി എന്ന്. ഒരേ സ്റ്റാൻഡിലാണ്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളത് കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDFന്റെ കാലത്തുള്ളത് പോലെ അല്ല എന്ന് പറയുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ. അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണം
ആണെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ യു അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.